കരുവാരക്കുണ്ട് ഇക്കോ വില്ലേജിന്റെ നിലവിലെ അവസ്ഥയെ ചൊല്ലി വ്യാപക വിമർശനങ്ങൾ ഉയരുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചൊരുക്കിയ പദ്ധതിയുടെ വിവിധ ഭാഗങ്ങൾ ഇന്ന് പരിപാലനക്കുറവ് മൂലം അവഗണിക്കപ്പെട്ട നിലയിലാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇക്കോ വില്ലേജിന്റെ ചില ഭാഗങ്ങളിൽ മണൽ അടിഞ്ഞുകൂടി ഉപയോഗശൂന്യമായതിനെ തുടർന്ന് നാട്ടുകാർ അവിടെ കപ്പ കൃഷി ആരംഭിച്ചതായും പറയുന്നു. കാലക്രമേണ കപ്പച്ചെടികൾ വളർന്ന് പന്തലിച്ചതോടെ പ്രദേശം കാടുപിടിച്ച രൂപത്തിലായിരിക്കുകയാണ്. ഇതുമൂലം ചിലർ അവിടെ ഒളിഞ്ഞിരുന്ന സമയം ചെലവഴിക്കുന്നതായും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നതായും നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. പാർക്കിംഗ് സൗകര്യങ്ങളുടെ ദുരവസ്ഥയും പരിസര ശുചിത്വക്കുറവും സന്ദർശകരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രധാന പ്രശ്നങ്ങളായി തുടരുകയാണ്. ടൂറിസം വികസനത്തിനായി ഒരുക്കിയ പദ്ധതി വേണ്ടത്ര പരിപാലനവും നവീകരണവും ലഭിക്കാത്തതിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച ഇക്കോ വില്ലേജ് ഇന്ന് കപ്പത്തോട്ടമായി മാറിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നാട്ടുകാരും സന്ദർശകരും ഉയർത്തുന്നത്. പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം സംരക്ഷിക്കാനും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പാക്കാനും അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.